അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഇംഗ്ലീഷിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന ചാപ്റ്ററാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ആ ഒരു ഭാഗമാണ് ഇന്ന് എടുക്കുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ് പാസ്റ്റ് ടെൻസിൽ വരിക. അപ്പോൾ ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പം അതിൽ റൂളുണ്ട്, അതൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതാണ് റൂള്. അതായത് ഐ, ഹി, ഷീ, ഇറ്റ്, യു, വി, ദേ. അതിൻ്റെ കൂടെ വെർബ് പ്ലസ് ഇ ഡി ഫോമും വരണം. ഇ ഡി ഫോം, അതായത് ഐ പ്ലേഡ്. അപ്പോൾ കണ്ടോ ഇവിടെ ഇ ഡി ഫോം വന്നുണ്ടോ? പ്ലേഡിന്, വാക്ഡ്, പിന്നെന്താ പറയുക, പ്ലാന്റഡ്, ക്യാരീഡ്. അപ്പോൾ ഒക്കെ ഇ ഡി ഫോം ലാസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്, വെർബിൻ്റെ കൂടെ ഇ ഡി ഫോം വരണം. വെർബ് എന്ന് പറയുമ്പോൾ പ്ലേ എന്ന് പറയുന്ന ഒരു വെർബാണ്, അതിൻ്റെ കൂടെ ഇ ഡി ഫോമും കൂടി വരണം. അതാണ് പറയുന്നത്. അപ്പോൾ ഐ, ഹി, ഷീ, ഇറ്റ്, യു, വി, ദേ. അതിൻ്റെ കൂടെ വെർബിൻ്റെ കൂടെ ഇ ഡി ഫോമും കൂടി കൂട്ടി വരുന്നതിനെയാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയുന്നത്. ഓക്കെ, അങ്ങനത്തെ സെൻറ്റൻസിനെയാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്, സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഷീ ബ്രഷ്ഡ് ഹെയർ യെസ്റ്റർഡേ. അപ്പോൾ ഷീ ബ്രഷ്ഡ്, ഇന്നലെ ആ കുട്ടി, ഒരു വ്യക്തി ബ്രഷ് ചെയ്തു, അവളുടെ ഹെയർ ബ്രഷ് ചെയ്തു. ഷീ ബ്രഷ്ഡ് ഹെയർ യെസ്റ്റർഡേ. ഓക്കെ, അപ്പോൾ അവിടെ ഇ ഡി ഫോം വന്നുണ്ട്, ബ്രഷ്ഡ്. ബ്രഷ് എന്ന് പറയുന്നത് വെർബാണ്, ബ്രഷ്ഡ് എന്ന് പറയുമ്പോൾ ഇ ഡി ഫോമും കൂടി വന്നു. അപ്പോൾ ബ്രഷ്ഡ് എന്ന് വന്നു. ഷീ ബ്രഷ്ഡ് ഹെയർ യെസ്റ്റർഡേ. അടുത്ത സെൻറ്റൻസ്, ദേ വാഷ്ഡ് ദ ഡിഷസ് യെസ്റ്റർഡേ. അവിടെ ദേ വന്നുണ്ടോ? ദേ വന്നു. മറ്റേ ആദ്യത്തിൽ ഷീ വന്നിരുന്നു അല്ലേ, വെർബിൻ്റെ കൂട്ടത്തിൽ. ഇവിടെ എന്താ വന്ന? ദേ വന്നു. ദേ വാഷ്ഡ്. വാഷ് എന്ന് പറയുമ്പോൾ വെർബാണ്, വാഷ്ഡ് ഇ ഡി ഫോം വന്നു. ഹി റിപ്പയർഡ് ദ ചെയർ. ഉണ്ടോ? ഹി, ഇവിടെ ഹി ആണ്. പിന്നെ റിപ്പയർ എന്നാണ് വെർബാണ്, അതിൻ്റെ കൂടെ ഇ ഡി ഫോം വന്നു, റിപ്പയർഡ്. വി കളക്റ്റഡ് ദ ടിക്കറ്റ്സ്. വി വന്നു, വി ആണ് ഇവിടെ. പിന്നെ കളക്റ്റഡ്, കളക്റ്റ് എന്ന് പറയുമ്പോൾ വെർബാണ്, ഇതിൻ്റെ കൂടെ ഇ ഡി ഫോം കൂടി വന്നു, വെർബ് പ്ലസ് ഇ ഡി ഫോം, കളക്റ്റഡ്. പിന്നെ ഞാൻ ഇന്നലെ സീഡ്സ് നട്ടു. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, സ്ട്രക്ചർ ഉപയോഗിച്ച് പറയാം? ഐ, ഞാൻ എന്ന് പറയുമ്പോൾ ഐ, പ്ലാന്റഡ്, നട്ടു എന്ന് പറയുമ്പോൾ പ്ലാന്റഡ്, പാസ്റ്റ് ടെൻസ് അല്ലേ, പാസ്റ്റ് ടെൻസ് വരുമ്പോൾ പ്ലാന്റഡ് എന്നാവും. പ്ലാന്റ് എന്ന് പറയുന്നത് വെർബ്, planted, planted, ed form of the verb. The seeds yesterday. I planted the seeds yesterday. പിന്നെ അടുത്ത സെൻറ്റൻസ്, അവൾ ബുക്സ് കൊണ്ടുപോയി. അവൾ എന്ന് പറയുമ്പോൾ ഷീ, വെർബ് എന്ന് പറയുമ്പോൾ ക്യാരി, അതിൻ്റെ കൂടെ ഇ ഡി ഫോം വരികയാണെങ്കിൽ വരുമ്പം എന്ത് വരും? ക്യാരീഡ് എന്ന് വരും. ഷീ ക്യാരീഡ് ദ ബുക്സ്. അടുത്ത സെൻറ്റൻസ്, അവൻ അവൻ്റെ ഫ്രണ്ട്സിനെ വിശ്വസിച്ചു. ഹി, അവൻ എന്ന് പറയുമ്പോൾ ഹി, ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ വെർബാണ്, ട്രസ്റ്റഡ് ഇ ഡി ഫോം ഓഫ് ദ വെർബ് എന്ന് വരുമ്പോൾ അതിന് ഇ ഡി, ട്രസ്റ്റഡ് എന്ന് വരും. ട്രസ്റ്റഡ് ഈസ് ഫ്രണ്ട്. അവർ അവരുടെ ടീച്ചറിനെ ബഹുമാനിച്ചു. ദേ, അവർ